ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു വെറൈറ്റി ചിക്കൻ കറി തയ്യാറാക്കാം. അതിന് കുറച്ച് ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ്, പിന്നെ ടൊമാറ്റോ പേസ്റ്റ്, പിന്നെ ഗാർലിക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതും, പിന്നെ നമുക്ക് കടുക് വറുക്കാൻ വേണ്ടി കുറച്ച് വറ്റൽമുളകും. നമുക്ക് ചിക്കൻ ഇതുപോലെ കീറി വെച്ചിരുന്ന മസാല നന്നായിട്ട് പിടിക്കും. അതിനായിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ മസാലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് പാനിലിട്ട്. അപ്പോൾ കുറച്ചും കൂടി കറിക്ക് ടേസ്റ്റ് ഉണ്ടാകും. ഇത് ചൂടാക്കിയിട്ട് നമ്മൾ നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം ചിക്കൻ പീസ് കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. അത് ചിക്കൻ്റെ ലെഗ് പീസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം ഇഞ്ചി പച്ചമുളക് ഗാർലിക് പേസ്റ്റ് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം അതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ചട്ടിയിൽ എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും നമ്മുടെ ഈ വറ്റൽമുളകും കൂടി ഇട്ടെടുക്കുമ്പോൾ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ 2 വലിയ സവോള ഞാൻ കുനുകുന അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഉള്ളി നന്നായിട്ട് വെന്ത് വന്നാലേ നമുക്ക് കറിക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുള്ളൂ. ഇത് നന്നായിട്ട് മിക്സായി നല്ല ഇതുപോലെ കളറാകുമ്പോൾ നമ്മുടെ ടൊമാറ്റോ പേസ്റ്റും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊരു 3 മിനിറ്റെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും കറിക്ക്. ഇതിലേക്ക് നമ്മൾ മസാലയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ചിക്കൻ പീസ് മീതെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് നേരം മൂടി വയ്ക്കാം. മൂടി വെച്ച് വെയിറ്റ് ചെയ്ത ശേഷം നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം വീത്തി കൊടുക്കാം. അപ്പോൾ ചിക്കനിൽ അല്പം കളർ കുറവായതാണ് എനിക്ക് തോന്നിയതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് നമുക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് വീട്ടിൽ വളർത്തുന്ന മല്ലിയിലയാണ്, നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കുഞ്ഞൻ തക്കാളി ഉണ്ടെങ്കിൽ അതും നല്ല രസമായിരിക്കും. അതും കൂടി ഇട്ട് മൂടി വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടിപൊളി ഒരു ഐറ്റമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.